SYSന്റെ കേരള യുവജന സമ്മേളന നഗരിയിലെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന എൻജിൻ എക്സ്പോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കിലാണ് നമ്മൾ നിലവിൽ നിൽക്കുന്നത്. നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള സാന്ത്വനത്തിൻ്റെ ബ്ലോക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിരവധി കൗണ്ടറുകൾ, സാന്ത്വനത്തിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുന്ന കൗണ്ടറുകൾ ഇവിടെ സജ്ജമാണ്. സാന്ത്വനം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളുടെ നാടിൻ്റെ പല ദുരന്തമുഖങ്ങളിലും ദുരിതഘട്ടങ്ങളിലും സാന്ത്വനം കൈമേയ് മറന്ന് ആ ദുരന്തമുഖങ്ങളിലൊക്കെ സേവന സജ്ജരായത് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞവരാണ്. ആ സാന്ത്വനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടുതൽ പ്രവർത്തനങ്ങളുമാണ് ഈ സ്റ്റാളുകളിലൊക്കെ സംവിധാനിച്ചിരിക്കുന്നത്. SYS ഉയർത്തുന്ന ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് സാന്ത്വനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സാന്ത്വനത്തെ വീക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്ന കാര്യം കൂടിയാണ്. ഇവിടെ ഏകദേശം 8ഓളം കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സാന്ത്വനത്തിൻ്റെ വ്യത്യസ്ത ക്ലബ്ബുകളുടെയും വ്യത്യസ്ത സേവനങ്ങളുടെയും 8ഓളം കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ കൗണ്ടറുകളും എന്താണെന്ന്, എന്തൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിശദമായി നമുക്ക് ചോദിച്ചറിയാം. സാന്ത്വനം നിലവിൽ കേരളത്തിലെ സന്നദ്ധ പ്രവർത്തനത്തിന് പേരുകേട്ട ഒരു സന്നദ്ധ സംഘമായി മാറിയിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സാന്ത്വനത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കേരള യുവജന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം, അതിനെ സ്റ്റേറ്റ് സാന്ത്വനം ഡയറക്ടറേറ്റിൻ്റെ കീഴിലാണ് ഈ എക്സ്പോയിൽ സാന്ത്വന പവലിയന് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് വളരെ നല്ല രീതിയിലാണ് ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ നടക്കുന്ന സാന്ത്വനത്തിൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാ പദ്ധതികളുടെയും ഒരു വിശദീകരണമാണ് ഇതിലൂടെ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പദ്ധതികൾ, ഒരുപാട് പദ്ധതികളുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ പാടന്തറ മർക്കസിൽ വെച്ച് തന്നെ കേരളത്തിൽ 25,000 വളണ്ടിയേഴ്സിനെ കേരളത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂരൽമലയിൽ പ്രളയം മുതൽ ഇങ്ങോട്ട് വളരെ സജീവമായിട്ടുള്ള ഒരു മുഖമാണ് സാന്ത്വനത്തിൻ്റെ മുഖം കേരളത്തിന് സമർപ്പിച്ചത്. ഏകദേശം 115 ആംബുലൻസ് ഈ കാലയളവിൽ കേരളത്തിൽ മുഴുവൻ ജില്ലകളിലുമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സാന്ത്വന കേന്ദ്രങ്ങൾ, ആ സാന്ത്വന കേന്ദ്രങ്ങളുടെ ഒരു വിശദീകരണമാണ് ഈ സ്റ്റാളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് തൃശ്ശൂരിൽ തുടങ്ങിയാൽ തൃശ്ശൂർ സാന്ത്വന സിറ്റി, സാന്ത്വന മഹൽ, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിന് അടുത്ത് തന്നെ RCക്ക് അടുത്തുള്ള സാന്ത്വന കേന്ദ്രം, അതിനുശേഷം മഞ്ചേരിയിലുള്ള സാന്ത്വന കേന്ദ്രം, പിന്നെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് സഹായിയുടെ നേതൃത്വത്തിലുള്ള അവിടെ ഡയാലിസിസ് സെൻറ്റർ, അതുപോലെ തന്നെ അവിടുത്തെ സാന്ത്വന കേന്ദ്രം, പിന്നെ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ കണ്ണൂർ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലുള്ള പരിയാരം സാന്ത്വന കേന്ദ്രം, ഇങ്ങനെ തുടങ്ങി ഏകദേശം 7 ജില്ലകളിൽ സജീവമായിട്ട് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സാന്ത്വന കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റാളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ ക്ലിനിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടല്ലോ, മെഡിക്കൽ ക്ലിനിക്ക് IPFുമായിട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ട് ഏകദേശം 10ഓളം ഡോക്ടർ ഈ പവലിയനിൽ നമ്മുടെ സമ്മേളനം തുടങ്ങിയത് മുതൽ ഇവിടെ സേവന നിരതരാണ്. അവിടെ അലോപ്പത്തിക്കും ഉണ്ട്, അതുപോലെ തന്നെ യുനാനിയുടെ ഉണ്ട്, ആയുർവേദിക്, ഹോമിയോ, ഇത്രയും സംവിധാനങ്ങളാണ് ഈ പവലിയനിൽ ഒരുക്കിയിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മുടെ ഓരോ പദ്ധതികളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ സാന്ത്വന ക്ലബ്ബ്, സാന്ത്വന ക്ലബ്ബിൽ അംഗങ്ങൾക്ക് അവർക്ക് സേവനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സാന്ത്വന കേന്ദ്രങ്ങളിൽ ഒരുക്കേണ്ട മെഡിക്കൽ ഉപകരണങ്ങൾ അത് എന്തൊക്കെയാണെന്നുള്ള ഒരു വിശദീകരണം, ഒരു ഡീറ്റെയിൽസ്, അത് ഏതൊക്കെ രീതി, അതിൻ്റെ പ്രൈസ് വാല്യൂ നമ്മൾ കേരളത്തിൽ എല്ലാ സാന്ത്വന കേന്ദ്രങ്ങൾക്കും ഒരു നല്ലൊരു പ്രൈസിൽ സൗജന്യ നിരക്കിൽ ഉപകരണങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൾ നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു, ഇത്തരം ഈ ചൂരൽമലയിലും അതല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായ പ്രളയകാലത്തുമൊക്കെ സാന്ത്വനം വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞു. ഈ സാന്ത്വനം അംഗങ്ങൾക്ക്, ഇതിൻ്റെ സന്നദ്ധ പ്രവർത്തകർക്ക് എന്തൊക്കെ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ, പ്രത്യേകതരം ഇത്തരം ഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള ട്രെയിനിങ്ങുകൾ ഈ സാന്ത്വനം ക്ലബിന് കീഴിൽ അല്ലെങ്കിൽ സാന്ത്വനത്തിന് കീഴിൽ നടക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 110 സാന്ത്വനം എമർജൻസി ടീം, ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സാണ്. അതിൽ നമ്മൾ അവർക്ക് റെസ്ക്യൂ കൊടുക്കുന്നുണ്ട്, റെസ്ക്യൂ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ പെട്ടെന്നുള്ള ദുരന്തം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ്. ഈ ഫസ്റ്റ് എയ്ഡിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു സ്റ്റാളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും നമ്മുടെ സാന്ത്വനവുമായി അതിനെ ഒരു സന്നദ്ധയുള്ള പ്രവർത്തകർക്ക് ഇത് കിട്ടുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിലും
അവരെ വീടുകളിലൊക്കെ എന്തെങ്കിലും ഫയർ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വശരീരത്തിന് തന്നെ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് ഇവിടെ നമ്മളിപ്പോൾ അതിൻ്റെ ഡെമോ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് CPR അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് പിന്നെ ഫയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ട്രെയിനർ തന്നെ അവർക്ക് നിർദ്ദേശങ്ങൾ അതിന് വിശദീകരണം കൊടുക്കുന്നുണ്ട്. പാലിയേറ്റീവ് രംഗത്ത് സാന്ത്വനം കുറേ കൂടെ സജീവമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? പാലിയേറ്റീവ് നമ്മൾ ജില്ലാ കേന്ദ്രവുമായിട്ട് ജില്ലാ ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ വളണ്ടിയേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് സർട്ടിഫിക്കറ്റുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സിന് നമ്മൾ പാലിയേറ്റീവ് ഹോം കെയർ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ പൈൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിന് പുറമെ തന്നെ സ്നേഹഭവൻ പോലത്തെ കേന്ദ്രങ്ങൾ പിന്നെ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ അൽമക്കറിൻ്റെ കീഴിൽ അതുപോലെ തന്നെ തൃശ്ശൂർ സാന്ത്വന മഹൽ എന്ന് പറയുന്നത് അത്ര ഒരു കേന്ദ്രമാണ്. അതായത് പിന്നെ നിരാലംബരായ പാവപ്പെട്ട പിന്നെ തെരുവുകളിലേക്കൊക്കെ വലിച്ച് ഇറക്കപ്പെട്ട പിന്നെ പാവപ്പെട്ട മനുഷ്യന്മാരെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ കിട്ടേണ്ട എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും കൊടുക്കുകയാണ്. സാധാരണ നമ്മളൊക്കെ ജീവിക്കുന്നത് പോലെ തന്നെ അവർക്കും ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് നമ്മുടെ സാന്ത്വന മഹൽ അതുപോലെ തന്നെ സ്നേഹഭവൻ പോലത്തെ കേന്ദ്രങ്ങളിൽ വെച്ച്. പലതരത്തിലുള്ള സേവനങ്ങൾ, ആതുര സേവനങ്ങളായിക്കോട്ടെ, സാമ്പത്തിക സഹായങ്ങളായിക്കോട്ടെ, രോഗചികിത്സകളായിക്കോട്ടെ, ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള സേവനങ്ങൾ സാന്ത്വനത്തിന് കീഴിൽ നടന്നു വരുന്നുണ്ട്. അതുപോലെ ഈ കേരളത്തിലെ വ്യത്യസ്ത ക്യാൻസർ സെൻ്ററുകളുടെ സമീപത്ത് സാന്ത്വനത്തിൻ്റെ സേവനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാന്ത്വനം പ്രവർത്തകർ എന്നുള്ള അർത്ഥത്തിൽ, അതല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ നമ്മളുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്ത് ഇതിൻ്റെ പ്രയോജകരാകുന്ന മനുഷ്യരിൽ നിന്ന് സാന്ത്വനം അംഗങ്ങൾക്ക് കിട്ടുന്നൊരു റെസ്പോൺസ്, അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ഓർമ്മ വരുന്നത്, ഇപ്പോൾ നമ്മുടെ പാലിയേറ്റീവ് വളണ്ടിയേഴ്സ് ഒരു വീട്ടിൽ പോയപ്പോൾ ദിവസങ്ങളോളം പിന്നെ കാഷ്ടത്തിലും മൂത്രത്തിലും കടന്ന ഒരു പേഷ്യൻ്റ്, അവിടെ ആരും അവരെ ബന്ധുക്കളോ മറ്റുള്ളവരോ അയൽവാസികളോ ആരും നോക്കാതെ ഇങ്ങനെ ഇട്ടേച്ച് പോയി അവിടെയുള്ള PHC സെൻറ്ററിൽ നിന്ന് വിളി വന്നിട്ടാണ് നമ്മുടെ വളണ്ടിയർ അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ പുഴു അരിച്ചുകൊണ്ട് 2-3 വ്രണങ്ങൾ അവിടെ ഉണ്ട്. ഏകദേശം 175 പുഴുവിനെ അവിടുന്ന് എണ്ണിയെടുത്ത രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നിന്ന് അവരെ ആ മലമൂത്ര വിസർജനങ്ങളിൽ നിന്നൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് അവർക്ക് അവർ നേരത്തെ എങ്ങനെയാണോ ജീവിച്ച ആ ഒരു പുതുജീവിതം സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാന്ത്വനം വളണ്ടിയേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് എടുത്തു പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒന്നിപ്പോൾ നമുക്കിവിടെ അറിയിക്കാൻ കഴിയില്ല. എങ്കിലും പല ഫീഡ്ബാക്കുകളും ഇപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊറോണ കാലത്ത് എല്ലാവരും ബ്ലോക്കായിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഒരു അമുസ്ലിം സ്ത്രീ, അവർ ഏകദേശം ഏജൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല യുവതിയാണ്. പക്ഷെ അവർ പിന്നെ നിസ്സഹായമായിക്കൊണ്ട് ഒന്നും ചെയ്യാം, പണമുണ്ട്, ആൾബലമുണ്ട്, അർത്ഥമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെയാണ് ഗവൺമെൻറ് ഒരു സംവിധാനമുണ്ട്, അവിടെ വിളിച്ചിട്ട് അവർ നമ്മുടെ നമ്പർ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തുകയും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്ത് അവർ കണ്ണുനീർ വാർത്തുകൊണ്ട് അവർ അല്ലാണ്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് വേണ്ടിയിട്ട് ദ്വാരക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോഴും എന്തെങ്കിലും നമ്മുടെ സ്റ്റാറ്റസ് സാന്ത്വനപരമായിട്ടുള്ള സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ ഫണ്ട് അവർ നമുക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അത്ര ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഏതായിരുന്നാലും സാന്ത്വനം തീർച്ചയായും കേരളത്തിൻ്റെ മനസ്സുകളിലേക്ക്, കേരളത്തിലെ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഈ ഇത്രയധികം നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നിരാലംബരായ, ആരാലും നോക്കാൻ ആളുകളില്ലാത്ത, അവഗണിക്കപ്പെട്ട, തെരുവിൽ കഴിയുന്ന നിരാശ്രയരായ അനേകം മനുഷ്യരിലേക്ക് സാന്ത്വനത്തിൻ്റെ കരസ്പർശങ്ങൾ എത്തുന്നു എന്നത് തന്നെ തീർച്ചയായും സാന്ത്വനത്തിന് കിട്ടുന്ന വലിയ അംഗീകാരങ്ങളായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. സാന്ത്വനത്തിൻ്റെ സേവനം തീർച്ചയായും കേരളം പലകുറി കണ്ടതും അനുഭവിച്ചതും പ്രശംസിച്ചതുമൊക്കെയാണ്. ആ സേവനങ്ങളുമായി ഇതിലധികം കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെയൊക്കെ കണ്ണീരൊപ്പാനും ഹൃദയങ്ങളിൽ ഇടം പിടിക്കുവാനും സാന്ത്വനത്തിന് ഇനിയും കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.